അത് ആദ്യത്തേത് 16-17 വർഷം, രണ്ടാമത്തെ 10-12 വർഷം, പിന്നെ മൂന്നാമത്തെ 6 വർഷം, നാലാമത്തെ 5 വർഷം. ഈ ഒരു തെരഞ്ഞെടുപ്പിലും നോമിനേഷൻ ഒപ്പിടുക അല്ലാതെ ഒരു ചോരെഴുത്തോ ഒരു അഭ്യർത്ഥനയോ ഒരു വീട് കയറ്റമോ വോട്ട് ചോദിക്കലോ ഉണ്ടായിട്ടില്ല. കൊട്ടാരക്കര, ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രസിഡന്റായിരുന്ന ഒരു മന്ത്രിയുടെയും MP-യുടെയും കഥയാണിത്. 1-2മല്ല, മന്ത്രിയും MP-യും MLA-യും ഒക്കെ ആയിരിക്കെ 9 തവണയാണ് R ബാലകൃഷ്ണപിള്ള ഈ പദവി അലങ്കരിച്ചത്. ഞാൻ ഈ പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കത്തുള്ളൂ. കമ്മിറ്റി വരുമ്പോൾ അവർ പറയും. അതിലെ പ്രതിപക്ഷമെന്നോ ഭരണകക്ഷിയെന്നോ കുഴപ്പമില്ല. ഒരു പ്രമേയമോ ഒരു തീരുമാനം പോലും എല്ലാവരും കൂടെ എടുക്കാത്ത ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന 1963 മുതൽ 38 വർഷം ബാലകൃഷ്ണപിള്ള പഞ്ചായത്തിൽ ഭാരവാഹിയായിരുന്നു. മന്ത്രിയുടെ പഞ്ചായത്തായതിനാൽ ഈ സ്വാധീനം ഉപയോഗിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പാക്കിയെന്നും അദ്ദേഹം പറയുന്നു. സൈക്കിളിന്റെ നികുതിയെടുത്ത് കളഞ്ഞതായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടത്. കാളവണ്ടിക്കും സൈക്കിളിനുമൊക്കെ ടാക്സ് ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ. ഞാൻ ആദ്യത്തെ കമ്മിറ്റി തന്നെ ചെയ്ത് ആ ടാക്സ് അങ്ങ് എടുത്ത് കളയാൻ. അന്ന് കാളവണ്ടികൾ ഒരുപാടുണ്ട്, സൈക്കിൾ ഒരുപാടുണ്ട്. ഇങ്ങനെ ആളുകൾ അവിടെ ചെല്ലുമ്പോൾ സൈക്കിളുമായിട്ട് 10-50 സൈക്കിൾ ഇങ്ങനെ സീൽ ചെയ്യാൻ വേണ്ടി നിൽക്കുക. അത് ഓരോ കൊല്ലവും എടുക്കണം. ഒരാൾക്ക് ഒരു പദവി എന്ന നിയമം വന്നില്ലെങ്കിൽ ഒരിക്കൽ കൂടി പഞ്ചായത്ത് ഗോതയിലിറങ്ങാൻ താൻ ഒരുക്കമാണെന്നും ബാലകൃഷ്ണപിള്ള കൂട്ടിച്ചേർക്കുന്നു. ക്യാമറമാൻ അന്വത്തൻ വെള്ളൂരിനൊപ്പം ശ്യാമർ ബാബു, മീഡിയ 1, കൊല്ലം.